എന്റെ അച്ഛൻ മരിച്ചു. മരിച്ചപ്പോൾ ഉപേക്ഷിച്ചു പോയത് ഒരു മില്ലും ഒരു കുതിരയും പിന്നെ ഈ പുസ്സിനെയുമാണ്. എന്റെ സഹോദരന്മാർ മില്ലും കുതിരയും കൈക്കലാക്കിയിട്ട് ഈ പുസ്സിനെ മാത്രം എനിക്ക് തരുമെന്നറിയാം. അവർക്കതൊരു ജീവിതമാർഗമാകും. പക്ഷെ ഞാനിപ്പോൾ എന്തു ചെയ്യും? എലികളെയും ചെറു ജീവികളെയൊക്കെ പിടിച്ച് പുസ്സിന് ജീവിക്കാൻ പറ്റും. പക്ഷെ ഞാനെങ്ങനെയാ ജീവിക്കുക? തന്റെ യജമാനൻ ദുഃഖത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പുസ്സിന് വല്ലാത്ത വിഷമം തോന്നി. പുസ് ജാക്കിന്റെ കവിളിൽ തന്റെ കൈകൊണ്ട് പതുക്കെ തലോടി. എന്റെ യജമാനൻ ഇങ്ങനെ വിഷമിക്കരുത്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വാക്ക് തരാം, യജമാനന് നല്ലൊരു ഭാഗ്യം ഞാൻ കൊണ്ടുവരും. അതിന് ചില കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. എനിക്ക് നല്ല ഒരു ജോഡി ബൂട്ട് വാങ്ങിത്തരണം. പിന്നെ മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയ സഞ്ചിയും വേണം. ജാക്കിന്റെ കയ്യിൽ പണം കുറവായിരുന്നു. എന്നാൽ പുസ് ഒരു വിശ്വസ്തനായ പൂച്ചയായതുകൊണ്ട് അവനൊരു അവസരം കൊടുക്കാൻ ജാക്ക് തീരുമാനിച്ചു. ശരി, സമ്മതിച്ചു. എനിക്കിനി കൂടുതലായി നഷ്ടപ്പെടാനൊന്നുമില്ല. എന്റെ കയ്യിലുള്ള പണം കൊണ്ട് നാളെ തന്നെ നിനക്ക് ആവശ്യമുള്ള ബൂട്ട്സുകൾ വാങ്ങിത്തരാം. യജമാന, അങ്ങനെ ചെയ്താൽ നല്ലതേ വരുമെന്ന് ഞാൻ ഉറപ്പു തരാം. പോത്തിൻ തുകലിൽ നിർമ്മിച്ച മനോഹരമായ 2 ബൂട്ടുകൾ ജാക്ക് പുസ്സിനായി വാങ്ങിച്ചു. പുസ്സിന്റെ കാലിന് അത് വളരെ പാകമായിരുന്നു. അവൻ അതിലൊരു ചുണക്കുട്ടിയായി കാണപ്പെട്ടു. ഇനി നോക്കിക്കോ, ഞാൻ എങ്ങനെയാ യജമാന്റെ ഭാഗ്യം മാറ്റാൻ പോകുന്നതെന്ന്. എന്നെ യജമാനൻ വിശ്വസിച്ചില്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. പുസ് ജാക്കിന്റെ മുറിയിലുണ്ടായിരുന്ന സഞ്ചി എടുത്തു. 2 ക്യാരറ്റുകൾ അതിലിട്ട് തൊട്ടടുത്തുള്ള മുയൽക്കാട്ടിലേക്ക് യാത്രയായി. അവൻ പ്രതീക്ഷിച്ചതുപോലെ 2 മുയലുകൾ മണം പിടിച്ച് സഞ്ചിക്കരികിലെത്തി. പുസ് പെട്ടെന്ന് തന്നെ അവയെ പിടിച്ച് സഞ്ചിയിലാക്കി. എന്നിട്ട് സഞ്ചിയുടെ ചരട് മുറുക്കി. പുസ് പിന്നെ നേരെ രാജകൊട്ടാരത്തിലെത്തി രാജാവിന് അത് സമ്മാനിക്കാൻ അനുവാദവും വാങ്ങി. നമസ്കാരം തിരുമനസേ. എന്റെ യജമാനൻ ദ മാർക്കി ഓഫ് കരാബസ് അദ്ദേഹത്തിന്റെ ആദരവുകൾ അറിയിക്കാൻ ഈ മുയലുകളെ സമ്മാനമായി തന്നുവിട്ടിരിക്കുന്നു. ഓ, നല്ല തടിച്ചു കൊഴുത്ത മുയലക്കുട്ടന്മാരാണല്ലോ. ഇവയെ വേഗം അടുക്കളയിലേക്ക് കൊണ്ടുപോയി രുചികരമായ അത്താഴം തയ്യാറാക്കാൻ പറയൂ. നിന്റെ യജമാനനോട് എന്റെ നന്ദിയും അറിയിച്ചേക്ക്. ദ മാർക്കി ഓഫ് കരാബസ് ആണ് തിരുമനസേ. അത് തന്നെ, ദ മാർക്കി ഓഫ് കരാബസ്. ഈ പേര് കേട്ടിട്ടില്ലെന്ന് പറയാനാവില്ല. രുചികരമായ മുയലിറച്ചിയും കൂട്ടിയുള്ള ഭക്ഷണം രാജാവും അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളും കഴിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പുസ് വീണ്ടും കൊട്ടാരത്തിലെത്തി. ഇപ്രാവശ്യം 2 വലിയ തിത്തിരി പക്ഷികളായിരുന്നു കയ്യിൽ. യുവാവേ, നിന്റെ യജമാനന് സുഖമാണോ? എന്റെ യജമാനന് സുഖം തന്നെയാണ് തിരുമനസേ. അദ്ദേഹം അന്വേഷണം അറിയിക്കുന്നു. ഒപ്പം ഒരു സമ്മാനവുമുണ്ട്. മറ്റൊരു സമ്മാനമോ? ഓ, കൊള്ളാം കൊള്ളാം. എന്താ ഇപ്രാവശ്യം തന്നയച്ചിരിക്കുന്നത്? തിരുമനസേ, ഈ തിത്തിരി പക്ഷികളെ അങ്ങ് സ്വീകരിച്ചാലും എന്റെ യജമാനൻ ദ മാർക്കി ഓഫ് കരാബസ് ആദരവോടെ തന്നയച്ചതാണ്. ഓ, നല്ല കൊഴുത്ത തിത്തിരി പക്ഷികളാണല്ലോ. ഇന്നത്തെ ഭക്ഷണം മൃഷ്ടാന്നം തന്നെ. ഒരിക്കൽ കൂടി നിന്റെ യജമാനന് നന്ദി പറഞ്ഞേക്ക്. എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് അദ്ദേഹത്തെ കാണണം. രാജാവും അദ്ദേഹത്തിന്റെ മകളും തിത്തിരി പക്ഷികളെ രുചിച്ച ശേഷം മാർക്കി ഓഫ് കരാബസിന്റെ മഹാമനസ്കതയെ പ്രശംസിച്ചു. രാജാവിന് സമ്മാനങ്ങൾ കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ജാക്കിനു വേണ്ടിയും 1-2 മുയലുകളെയും തിത്തിരി പക്ഷികളെയും പുസ് കരുതിയിരുന്നു. അങ്ങനെ ജാക്കും പുസും സന്തോഷത്തോടെ അവരുടെ കൊച്ചുകുടലിൽ താമസിച്ചു വന്നു. ജാക്കിന് പിന്നീട് ഒരിക്കലും വിശന്നിരിക്കേണ്ടി വന്നിട്ടില്ല. സമയം കടന്നുപോയപ്പോൾ പല പ്രാവശ്യം പുസ് രാജകൊട്ടാരത്തിൽ സമ്മാനങ്ങളുമായി പോവുകയും എപ്പോഴും രാജാവിനോട് അത് തന്റെ യജമാനൻ തന്നയച്ചതാണെന്ന് പറയുകയും ചെയ്തു. കൊട്ടാരത്തിലെ മറ്റുള്ള ശ്രേഷ്ഠന്മാരായ ആളുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാർക്കി ഓഫ് കാരബസിനെ കുറിച്ച് ആകാംക്ഷയോടെ സംസാരിച്ചു വന്നു. എന്റെ യജമാനും രാജാവും തമ്മിൽ കാണുവാനുള്ള സമയമായിരിക്കുന്നു. അതെങ്ങനെയാവും സംഭവിക്കുക? കൊട്ടാരത്തിലേക്ക് പോകാൻ എന്റെ യജമാന് ഒരു നല്ല വസ്ത്രമോ കുതിരവണ്ടിയോ ഇല്ല. എന്തെങ്കിലും ഒരു പദ്ധതി കണ്ടെത്തണം. അടുത്ത ദിവസം പുസ് മുയലുകളെ പിടിക്കാനായി പുറപ്പെട്ടപ്പോൾ നദിയിലേക്ക് പോകുന്ന പാതയ്ക്കരികിൽ ചിലർ ആവേശത്തോടെ എന്തോ സംസാരിക്കുന്നത് കണ്ടു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാൻ പുസ് ആകാംക്ഷയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. രാജാവും മകളും അടുത്ത ദിവസം ആ വഴി പോകുന്ന കാര്യമായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. പുസിന്റെ മനസ്സിൽ ഒരു ഉഗ്രൻ ആശയം ഉദിച്ചു. അവൻ വീട്ടിലേക്ക് ഓടി. യജമാന, എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്ന? കാര്യം എന്താന്ന് പറ. രാജാവിനെ പരിചയപ്പെടാൻ സമയമായിരിക്കുന്നു. പുസ്, നിനക്കെന്താ ശരിക്കും ഭ്രാന്ത് പിടിച്ചോ? നീ കുറച്ചൊന്ന് വിശ്രമിക്ക്, അതാ നല്ലത്. അങ്ങനെയല്ല യജമാന, നമുക്കുള്ള ഏറ്റവും നല്ല അവസരമാണിത്. നാളെ രാജാവ് തന്റെ മകളുമായി ഈ വഴി കടന്നു പോകുന്നുണ്ട്. ഇതാണ് നമുക്ക് പറ്റിയ അവസരം. നീ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും രാജാവിന്റെ കൈകൊണ്ട് മരിക്കുന്നുറപ്പായി. യജമാന, ദയവായി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേ, എന്നെ വിശ്വസിക്കേ, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യ്. ജാക്കിന് പൂർണ്ണ വിശ്വാസം വന്നില്ലെന്ന് മാത്രമല്ല രാജാവിന്റെ മുന്നിൽ പോകാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പുസ് എന്നോട് എപ്പോഴും വിശ്വസ്തനായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അവനെ സംശയിക്കാൻ ഒരു കാരണവുമില്ല. അവൻ പിടിക്കുന്ന തിത്തിരി പക്ഷികളെ മുയലുകളെയൊക്കെ നൽകി എന്നെ അവൻ പോറ്റുന്നുമുണ്ട്. അവന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ അവനെ ഇപ്പൊ വിശ്വസിക്കുന്നതാ നല്ലത്. എന്നാൽ ശരി, ഞാൻ നിന്നോടൊപ്പം വരാം. പക്ഷെ നീ ചെയ്യുന്ന കാര്യം നിനക്ക് ബോധ്യമുണ്ടല്ലോ. നമ്മൾ രണ്ടുപേരും കുഴപ്പത്തിൽ ചെന്ന് ചാടുവോ? യജമാനൻ വിഷമിക്കേണ്ട. ഇനി അങ്ങോട്ട് ഭാഗ്യം മാറാൻ പോവല്ലേ. ദുരിതപൂർണമായ കുടിലെ ജീവിതം അധികം താമസിയാതെ മാറും. അടുത്ത ദിവസം രാജാവ് കടന്നു പോകുമെന്ന് കരുതപ്പെടുന്ന നദിക്കരയിലേക്ക് പുസ് ജാക്കിനെ കൊണ്ടുപോയി. രാജാവിന്റെ രഥം വരുന്നത് കണ്ടപ്പോൾ പുസ് വേഗത്തിൽ ജാക്കിനടുത്തെത്തി.
പെട്ടെന്ന് ആട്ടെ യജമാന, അങ്ങയുടെ വസ്ത്രങ്ങൾ കഴിച്ചു വെച്ച് നദിയിലേക്ക് ചാട്. എന്തായി പറയുന്നത്? നിനക്ക് ശരിക്കും വട്ടുപിടിച്ചോ? ദയവായി ഞാൻ പറയുന്നൊന്ന് കേക്ക്, നമുക്കിനി നഷ്ടപ്പെടുത്താൻ സമയമില്ല. നീ എന്തായി ചെയ്യുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? പുസ് ജാക്കിന്റെ പഴകിക്കേറിയ വസ്ത്രങ്ങൾ ഒളിച്ചുവെച്ചു. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നിൽക്കുന്ന ജാക്കിനടുത്ത് ഓടിയെത്തി. രാജാവിന്റെ രഥം അടുത്ത് വന്നപ്പോൾ പുസ് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, സഹായിക്കണേ, ആരെങ്കിലും വന്നൊന്ന് സഹായിക്കണേ. രാജാവ് രഥത്തിന്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി പുസ്സിനെ തിരിച്ചറിഞ്ഞു. അല്ലയോ തിരുമനസേ, എന്റെ യജമാനൻ നദിയിൽ കുളിക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ചില കള്ളന്മാർ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ തട്ടിയെടുത്തു. ഇപ്പൊ രക്ഷിച്ചില്ലെങ്കിൽ എന്റെ യജമാനൻ തണുത്തു മരവിച്ച് ചത്തുപോവും. രാജാവ് ഭൃത്യന്മാരോട് ജാക്കിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ആജ്ഞാപിച്ചു. പിന്നെ മറ്റൊരു പരിചാരകനെ കൊട്ടാരത്തിലേക്ക് അയച്ച് ജാക്കിന് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ കൊണ്ടുവരാനായി പറഞ്ഞു. പരിചാരകൻ രാജകുടുംബാംഗങ്ങൾ ധരിക്കാറുള്ള ഒരു മഹനീയ വസ്ത്രവുമായി തിരിച്ചെത്തി. അതണിഞ്ഞപ്പോൾ ജാക്ക് ഒരു രാജകുമാരനെ പോലെ സുന്ദരനായി കാണപ്പെട്ടു. അവസാനം നമ്മൾ മാർക്കി ഓഫ് കരാബസിനെ കണ്ടുമുട്ടി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം ഒരു സുന്ദരൻ തന്നെ. രാജാവും മകളും ഇരുന്ന രഥത്തിലേക്ക് രാജാവ് ജാക്കിനെ ക്ഷണിച്ചു. എന്നാൽ ജാക്ക് ഒരു നാണം കുണുങ്ങിയായതുകൊണ്ട് അതിന് മടി കാണിച്ചു. വന്ന് ഞങ്ങളോടൊപ്പം കൂടൂ, നിങ്ങളുടെ സൗഹൃദം തീർച്ചയായും ഞങ്ങളെ സന്തോഷിപ്പിക്കും. രാജകുമാരിയുടെ ആകർഷണീയമായ പുഞ്ചിരി കണ്ടപ്പോൾ ജാക്കിന് അവളോട് അനുരാഗം തോന്നി. അവൻ രാജകുമാരിയുടെ അടുത്ത് ചെന്നിരുന്നു. തന്റെ യജമാനൻ രാജകുമാരിയുടെ അടുത്തിരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പുസ് രഥം തെളിക്കുന്നവന്റെ അടുത്ത് ചെന്ന് തന്നെ പിന്തുടരാൻ നിർദ്ദേശിച്ച് വേഗത്തിൽ ഓടാൻ തുടങ്ങി. ചോളങ്ങൾ വിളഞ്ഞിരുന്ന ഒരു വയലിലെത്തി അവിടെ കൊയ്യുന്ന ആളുകളോട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, നമ്മുടെ രാജാവിന്റെ രഥം ഇപ്പൊ ഈ വഴി വരും. ആര് ചോദിച്ചാലും ഈ കാണുന്ന വയലുകളെല്ലാം ദ മാർക്കി ഓഫ് കരാബസിന്റേതാണെന്ന് പറഞ്ഞേക്കണം. ആരെങ്കിലും എന്നെ അനുസരിക്കാതിരുന്നാൽ അവരെ ഞാൻ കണ്ടം തുണ്ടമായി വെട്ടിക്കളയും. പണിയെടുക്കുന്ന ആളുകൾ പുസ്സിന്റെ ഭീഷണിയിൽ പേടിച്ചു. അവർ അവനെ അനുസരിക്കാമെന്ന് വാക്കുകൊടുത്തു. മനോഹരമായ ഒരു ദിവസമായതിനാൽ പുറം കാഴ്ചകൾ ആസ്വദിക്കുവാനായി രഥം പതുക്കെ ഓടിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. എന്താ നാം ഈ കാണുന്നത്? എത്ര മനോഹരമാണ് ഈ ചോളവയലുകൾ! ഇതാരുടെ സ്വന്തമായിരിക്കുമെന്നാണ് നാം അതിശയിക്കുന്നത്. പുസ്സിന്റെ നിർദ്ദേശപ്രകാരം വയലുകൾ മാർക്കി ഓഫ് കാരബസിന്റേതാണെന്ന് പണിക്കാർ ഉത്തരം നൽകി. പുസ് വീണ്ടും മുന്നോട്ടോടി വഴിയിൽ കണ്ട ഇടയന്മാരോടും വയൽപ്പണിക്കാരോടും എല്ലാം മാർക്കി ഓഫ് കാരബസിന്റെ സ്വന്തമാണെന്ന് പറയാൻ നിർദ്ദേശിച്ചു. എത്ര മനോഹരമായ ആട്ടിൻപറ്റങ്ങൾ! ആരുടെ സ്വന്തമാണിതെല്ലാം? അല്ലയോ തിരുമനസേ, ഇതൊക്കെ മാർക്കി ഓഫ് കരാബസിന്റേതാണ്. ഓ, അത് ശരി. അപ്പോ ഈ സ്വർണ്ണ ഗോതമ്പ് പാടങ്ങളും മാർക്കി ഓഫ് കരാബസിന്റെ തന്നെ ആയിരിക്കും. തീർച്ചയായും തിരുമനസേ, ഇതിന്റെയൊക്കെ ഉടമസ്ഥൻ നല്ലവനും ദയാലുവുമായ ഞങ്ങളുടെ യജമാനൻ മാർക്കി ഓഫ് കരാബസ് ആണ്. തന്റെ സന്ദർശകൻ സുന്ദരനും വശ്യതയുള്ളവനും മാത്രമല്ല ധനവാനുമാണെന്നറിഞ്ഞപ്പോൾ രാജാവിന് സന്തോഷമായി. പുസ് ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് ജാക്കിന് അറിയില്ലായിരുന്നു. എന്നാൽ സുന്ദരിയായ രാജകുമാരിയോട് പ്രണയം തോന്നിയതിനാൽ അവൻ മറ്റൊന്നും ആലോചിച്ചില്ല. എന്നാൽ അതേ സമയത്ത് വളരെ വളരെ ക്രൂരനായ ഓഗറുടെ മനോഹരമായ കൊട്ടാരത്തിലേക്ക് പുസ് വേഗത്തിൽ ഓടി. വഴിനീളെയുള്ള വയലുകളും മറ്റും മാർക്കി ഓഫ് കാരബസിന്റെ സ്വന്തമാണെന്ന് ആളുകൾ പുസ്സിനു വേണ്ടി പറഞ്ഞതും ഇതേ ഓഗറിന്റേതായിരുന്നു. നമസ്കാരം പ്രഭു. ബൂട്ട്സ് ഇട്ട പോച്ചയോ? ഇങ്ങനെയൊരു കാഴ്ച ഞാൻ മുൻപെങ്ങും കണ്ടിട്ടില്ല. നിനക്കിവിടെ എന്താ കാര്യം? ഞാൻ അങ്ങയെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. അതാണോ കാര്യം? പൊങ്ങച്ചം പറയാൻ ഇഷ്ടപ്പെടുന്നവനും ദുരഭിമാനിയുമായിരുന്നു ഓഗർ. മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നതിൽ അയാൾ സന്തോഷിച്ചു. എല്ലാവർക്കും അങ്ങയുടെ കഴിവുകളെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് ഏത് രൂപത്തിലും മാറാൻ കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, വളരെ എളുപ്പമാണെന്നേ. പെട്ടെന്ന് ഓഗർക്ക് പകരമായി പുസ്സിന്റെ മുന്നിൽ വളരെ വലുപ്പമുള്ളതും കോപാകുലനുമായ ഒരു സിംഹം പ്രത്യക്ഷപ്പെട്ടു. പുസ് പേടിച്ച് തന്റെ ജീവൻ രക്ഷിക്കുവാനായി ജനാലയിലൂടെ പുറത്തേക്ക് ഓടി. ഞാൻ നിന്നെ പേടിപ്പിച്ചു അല്ലേ? അകത്തേക്ക് വരൂ. ഇപ്പോ എന്റെ ശക്തി എന്തെന്ന് മനസ്സിലായോ? അയ്യോ, അങ്ങനെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ശരി ശരി, ഇനിയെങ്കിലും നേരെ ശ്വാസം വിട്. എന്തോ ഒരു ഉദ്ദേശത്തോടെ പുസ് ഓഗറെ നോക്കി. ഇനി എന്താ, നിന്റെ സംശയം തീർന്നില്ലേ? ആഹാ, അതൊക്കെ അപ്പോഴേ തീർന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്. എങ്കിൽ കാര്യം എന്താണെന്ന് പറയൂ. അങ്ങയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയാന്ന് വിചാരിക്കരുത്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്താണത്? വേഗം പറയൂ. അങ്ങക്ക് ഇപ്പൊ തന്നെ ഇത്രയ്ക്കും വലുപ്പമുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് ഒരു വലിയ സിംഹമായി മാറാൻ പ്രയാസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങേക്ക് വളരെ വളരെ ചെറുതായിട്ട് എന്തെങ്കിലും ആകാൻ സാധിക്കോ? വല്ല എലിയോ ചുണ്ടലിയോ ഒക്കെ പോലെ. നിനക്കെന്റെ ശക്തികളിൽ വിശ്വാസം വന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലിതാ കണ്ടോ എന്ന് പറഞ്ഞ് ഓഗർ ഒരു എലിയായി രൂപം മാറി. രൂപം മാറേണ്ട താമസം പുസ് ആ അവസരം പ്രയോജനപ്പെടുത്തി അവന്റെ മേൽ ചാടി വീണ് ഒറ്റയടിക്ക് വിഴുങ്ങി. അങ്ങനെ കരുത്തനായ ഓഗറെ, ഇവിടെ കഴിഞ്ഞു നിന്റെ കഥ. പുസ് ഓഗറെ ഭക്ഷിച്ച ഉടൻ തന്നെ നിശ്ചലമായിരുന്ന കൊട്ടാരത്തിന് വീണ്ടും ജീവൻ വച്ചു. വക്രബുദ്ധിയായ ഓഗർ തന്റെ മാന്ത്രിക ശക്തിയാൽ രൂപം മാറ്റിയിരുന്ന ആളുകളൊക്കെ വീണ്ടും പഴയ രൂപത്തിലായി. ക്രൂരനായ ഓഗറിൽ നിന്ന് സ്വതന്ത്രനാക്കിയതിൽ പുസ്സിനെ എല്ലാവരും കെട്ടിപ്പിടിച്ചു. ഓ,
ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞങ്ങൾ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളെ കൊണ്ടൊക്കെ ഒരു ആവശ്യമുണ്ട്. ഈ നാട്ടിലെ രാജാവ് ഇപ്പോ ഈ വഴി എഴുന്നള്ളും. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാർക്കി ഓഫ് കരാബസിനെ വാഴ്ത്തണം. അദ്ദേഹമാണ് നിങ്ങളുടെ പുതിയ യജമാനൻ. നിങ്ങളെ അടിമയാക്കി വെച്ചിരുന്ന രാക്ഷസനെ പോലെയല്ല അദ്ദേഹം. നിങ്ങളുടെ പുതിയ യജമാനൻ ദയാലുവും നല്ലൊരു ഹൃദയത്തിന് ഉടമയുമാണ്. പറഞ്ഞോളൂ, ഞങ്ങൾ എന്തും ചെയ്യും പുതിയ യജമാനു വേണ്ടി. നല്ല കാര്യം. ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പുതിയ യജമാനെ വരവേൽക്കാൻ ഹാളിൽ ഹാജരാകണം. നമ്മുടെ രാജാവിനൊപ്പം അദ്ദേഹം ഇപ്പൊ ഇവിടെ എത്തും. രാജാവ് ആ കൊട്ടാരം ദൂരത്ത് കണ്ടപ്പോൾ തന്നെ അത് ആരുടേതായിരിക്കുമെന്ന് അതിശയിച്ചു. അവർ അടുത്തെത്തിയപ്പോൾ പുസ് വാതിൽക്കൽ നിൽക്കുന്നത് രാജാവ് ശ്രദ്ധിച്ചു. അവൻ രാജാവിനെ വന്ദിച്ചു. വന്നാലും തിരുമനസേ, എന്റെ യജമാനായ മാർക്കി ഓഫ് കരാബസിന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. വല്ലാത്ത അത്ഭുതം തന്നെ. എത്ര മനോഹരമായ കൊട്ടാരം. നമ്മുടെ കൊട്ടാരത്തെക്കാൾ ഭംഗിയുണ്ട്. ഇതിന്റെ ഉൾഭാഗവും മനോഹരമായിരിക്കുമെന്നുള്ളതിൽ നമുക്ക് ഉറപ്പുണ്ട്. അകത്ത് വന്ന് നേരിട്ട് ആസ്വദിക്കൂ തിരുമനസേ. ജാക്ക് ആശയക്കുഴപ്പത്തിലായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ ഒരു പിടിയും കിട്ടിയില്ല. പിന്നീട് പുസ് കണ്ണിറുക്കിയൊന്ന് കാണിച്ചപ്പോഴാണ് ജാക്കിന് മനസ്സിലായത് ഇതൊക്കെ പുസ് ജാക്കിന് വേണ്ടി ചെയ്തതാണെന്ന്. അവൻ നന്ദിയോടെ പുസിനെ നോക്കി പുഞ്ചിരിച്ചു. കൊട്ടാരത്തിന്റെ അകവും പുറവും അവിടുത്തെ ആളുകളെയും ഒക്കെ കണ്ട് രാജാവ് അതിൽ ആകൃഷ്ടനായി. നിങ്ങൾ തീർച്ചയായും നല്ലൊരു യുവാവാണ്, ദയയും നന്മയുമുള്ളവൻ. എന്റെ മകളെ നിങ്ങൾ ഭാര്യയായി സ്വീകരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ നാം ആയിരിക്കും. ഇതിൽ കൂടുതൽ എന്ത് വേണമായിരുന്നു ജാക്കിന്? അവന്റെ വിശ്വസ്തനായ പുസ് അവനെ നിധികൾ കൊണ്ട് നിറഞ്ഞ ആ അത്ഭുത കൊട്ടാരത്തിന്റെ ഉടമയാക്കി. ഒപ്പം തന്നെ രാജാവ് തന്റെ മകളെ ജാക്കിന് വിവാഹം കഴിച്ചു കൊടുക്കാനും തയ്യാറായി. രാജകുമാരിയുമായി ഇപ്പോൾ അവൻ വല്ലാത്ത പ്രണയത്തിലുമായിരുന്നു. അല്ലയോ മഹാരാജാവേ, സുന്ദരിയായ രാജകുമാരിയെ എനിക്ക് വധുവായി ലഭിക്കുന്നത് ഒരു ബഹുമതിയാണ്. ഇനി എന്നും രാജകുമാരിയെ ഞാൻ നന്നായി നോക്കിക്കൊള്ളാം. ഓ, ഇതിൽ പരം സന്തോഷം നമുക്കില്ല. നമ്മുടെ കാലശേഷം ഈ മഹാരാജ്യം നിന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. നീ നീതിയോടും ന്യായത്തോടെയും ഭരിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെ ജാക്കും രാജകുമാരിയും വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. പുസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രീമും ആഹാരവും കൊടുത്ത് എല്ലാവരും ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയെങ്കിലും എലികളെ പിടിച്ച് നടന്നിരുന്ന അവന്റെ പ്രിയപ്പെട്ട പഴയകാലം അവൻ മറന്നില്ല. അതിൽ അവൻ ആനന്ദം കണ്ടെത്തി. അവന്റെ വ്യായാമം ഇതിലൂടെ പൂർത്തിയാകുകയും ചെയ്തു. ദ ഫ്രോഗ് പ്രിൻസ്, തവള രാജകുമാരൻ. ഒരിക്കലൊരിടത്ത് സുന്ദരിയായ ഒരു രാജകുമാരി ജീവിച്ചിരുന്നു. അവൾക്ക് ഏറെ ഇഷ്ടം പുറത്ത് സമയം ചെലവഴിക്കുന്നതായിരുന്നു. മരങ്ങൾക്കും ചെടികൾക്കുമൊപ്പം. അവളുടെ അച്ഛനായ രാജാവിന് അവളെ ജീവനായിരുന്നു. ഒരിക്കൽ അവളുടെ ജന്മദിനത്തിന് അദ്ദേഹം ഒരു സ്വർണ്ണപ്പന്ത് സമ്മാനിച്ചു. ഓ, ഈ പന്തിന് എന്തൊരു ഭംഗിയാ! എനിക്ക് ഒരുപാട് ഇഷ്ടായി. എനിക്കിനി സമയം പോകാൻ വേറെ ഒന്നും വേണ്ട അച്ഛാ. രാജകുമാരി ആ സ്വർണ്ണപ്പന്തുമായി പുറത്തേക്ക് ഓടി. സൂര്യൻ തിളങ്ങി നിന്ന ദിവസമായിരുന്നു അത്. പന്ത് മുകളിലേക്കും താഴേക്കും എറിഞ്ഞു കളിക്കുന്നതിൽ അവൾക്ക് നല്ല രസം തോന്നി. എത്ര വലിയ സമ്മാനം എനിക്ക് എന്റെ അച്ഛൻ തന്നത്! ഇനി പന്തുള്ളിടത്തോളം കാലം എനിക്ക് ഒന്നും വേണ്ട. ദേ പോണു മാനത്ത് എന്റെ സ്വർണ്ണ പന്ത്. ആരും കണ്ടാൽ കൊതിക്കും, കുതിച്ചു പോകും പന്ത്. കുതിച്ചു കുതിച്ചു പോകുന്നു എന്റെ സ്വർണ്ണ പന്ത്. നിക്ക് നിക്ക്, എന്റെ പ്രിയപ്പെട്ട സ്വർണ്ണ പന്ത്. രാജകുമാരി അന്നത്തെ ദിവസം മുഴുവൻ ആ പന്തുമായി സമയം ചെലവഴിച്ചു, ഇരുട്ടു വീഴും വരെ. കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു തവണയോടെ എന്റെ പന്ത് ആകാശത്തിലേക്ക് എറിയട്ടെ. അവൾ തനിക്ക് എറിയാൻ കഴിയുന്നത്ര ഉയരത്തിൽ പന്ത് എറിഞ്ഞുകൊണ്ടേയിരുന്നു. കഷ്ടം, ഇരുട്ട് വീണതിനാൽ അവൾക്ക് വ്യക്തമായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആ പന്ത് അവളുടെ കയ്യിൽ നിന്ന് തറയിൽ വീണ് കുതിച്ച് ഉരുണ്ടുരുണ്ടുരുണ്ട് ഒരു കുളത്തിൽ പോയി വീണു. എന്റെ ഭംഗിയുള്ള സ്വർണ്ണപ്പന്ത് പോയല്ലോ. ഈ വൃത്തികെട്ട കുളത്തിൽ ഞാൻ എങ്ങനെ അത് പുറത്തെടുക്കുക? ഈ ആമ്പൽ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാരണം എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. രാജകുമാരി ആ കുളത്തിനരികിലിരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ തന്റെ സമീപത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. നിന്റെ വൃത്തികെട്ട കരച്ചിലൊന്ന് നിർത്താമോ? എന്റെ വിഷമം നീ കാണുന്നില്ലേ? അത് കണ്ടതുകൊണ്ടാണല്ലോ രാജകുമാരി ഞാൻ സഹായിക്കാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്നെ സഹായിക്കാനോ? എങ്ങനെയാണവോ സഹായിക്കാ? ഞാൻ ചടേതി കുളത്തിനുള്ളിലേക്ക് ചാടി നിനക്കിഷ്ടപ്പെട്ട ആ സ്വർണ്ണപ്പന്ത് കണ്ടുപിടിക്കും. ഇന്ന് മുഴുവൻ നീ അതുമായി കളിക്കുന്നത് ഞാൻ കണ്ടതല്ലേ. സത്യാണോ? എനിക്ക് വേണ്ടി നീ അത് ചെയ്തു തരൂ. എന്നാ ദയവേദാ സ്വർണ്ണപ്പന്ത് എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിച്ചു തരൂ. തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും. അത് കണ്ടെത്താതെ ഞാൻ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ അതിന് പകരം നീ എന്ത് തരും? നിനക്ക് എന്ത് വേണം? എന്നെ പന്ത് കണ്ടുപിടിച്ചു തന്നാൽ നീ ചോദിക്കുന്ന എന്തും ഞാൻ തരാം.
എനിക്ക് വാക്ക് തരും മുമ്പ് എന്റെ ആവശ്യം എന്താണെന്നൊന്ന് കേൾക്കൂ രാജകുമാരി. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും. എന്നാ കേട്ടോ, നിന്നെ എന്റെ കൂട്ടുകാരിയായിട്ട് എനിക്ക് വേണം. നീ എന്റെ കൂടെ കളിക്കണം, ആഹാരം കഴിക്കണം, നിന്റെ അരികിൽ ഒരുമിച്ച് തലയണിയിൽ ഉറങ്ങാനും സമ്മതിക്കണം. ഇതൊക്കെ സമ്മതിക്കുവോ? ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കെന്താ വട്ടാണോ? ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകിൽ സമ്മതിക്കുക, അല്ലെങ്കിൽ ശുഭരാത്രി പറഞ്ഞ് നമുക്ക് പിരിയാം. ഏയ് പെണങ്ങല്ലേ, നിക്ക്. അയ്യോ, എന്റെ പന്ത് തിരിച്ചിട്ടാൻ വേറെ ഒരു വഴിയില്ല. ഇപ്പൊ ഈ ജന്തു പറയുന്ന സമ്മതിച്ചിട്ട് പിന്നീട് എങ്ങനെയെങ്കിലും ഇവനെ കൈകാര്യം ചെയ്യാം. ഓ എന്റെ തവളക്കുട്ട, നിന്നെ എന്റെ കൂട്ടുകാരനായി ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. നീ ആ പന്തെടുത്തോണ്ട് വന്നാ നമുക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ കളിക്കാം. ഇതിന്റെ വാക്കാണ്. കേട്ടല്ലോ, എന്നാ ഞാൻ പോവാം. തവള കുളത്തിലേക്ക് ചാടി. രാജകുമാരി അവൻ തിരിച്ചു വരാനായി കാത്തിരുന്നു, ആകാംക്ഷയോടെ. കാത്തിരിപ്പിനൊടുവിൽ കയ്യിൽ ആ സ്വർണപ്പന്തുമായി വെള്ളത്തിന് മുകളിലേക്ക് തവള പൊന്തി വന്നു. ദേ ഞാൻ എത്തി രാജകുമാരി. നിങ്ങളുടെ വിലപിടിപ്പുള്ള പന്ത് ഞാൻ കണ്ടുപിടിച്ചു. ആ സ്വർണപ്പന്ത് തട്ടിപ്പറിച്ച് ഒരു നന്ദി പോലും പറയാതെ രാജകുമാരി അതിവേഗത്തിൽ തിരിച്ചുപോയി. എന്റെ കൂട്ടുകാരൻ. ആ ജന്തു ഒരിക്കലെങ്കിലും അവന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? രാജകുമാരി തവളയ്ക്ക് കൊടുത്ത വാക്ക് സൗകര്യപൂർവ്വം മറന്നു. ഇനി ഒരിക്കലും അതിനെ കാണേണ്ടി വരില്ലെന്നവൾ കരുതി. അടുത്ത ദിവസം രാജാവിനൊപ്പം രാജകുമാരി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപരിചിതമായ ഒരു ശബ്ദം കേട്ടു. പിന്നെ വാതിലിൽ ആരോ തട്ടുന്നത് പോലെയും. ഞാനാണ് കേട്ടോ രാജകുമാരി. ഇത് നിങ്ങളുടെ പ്രിയ കൂട്ടുകാരൻ തവളയാ. എന്റെ കൂടെ ഇരുന്ന് രാജകുമാരി ആഹാരം കഴിക്കാമെന്ന് വാക്ക് തന്നത് ഓർമ്മയില്ലേ? എനിക്ക് വല്ലാത്ത വിശപ്പ്. എന്റെ ദൈവമേ, ഞാൻ ഈ വൃത്തികെട്ട ജന്തുവിന്റെ കാര്യങ്ങൾ മറന്നുപോയല്ലോ. എന്നെ അന്വേഷിച്ച് അവൻ ഈ കൊട്ടാരം വരെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഏയ് ഒന്നുമില്ല അച്ഛാ. ഈ മണ്ടൻ തവളയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ കൂട്ടുകാരനാവണമെന്നാ. എന്നാൽ ആ മണ്ടൻ തവളയ്ക്ക് പറയാനുള്ളത് എനിക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഓ, അതിപ്പോ അവനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛാ. രാജകുമാരി, ഞാൻ പറഞ്ഞില്ലേ ആ തവളയ്ക്ക് പറയാനുള്ളത് എനിക്കും കേൾക്കണമെന്ന്. അച്ഛനെ അവൾക്ക് അനുസരിക്കേണ്ടി വന്നു. മനസ്സില്ലാ മനസ്സോടെ അവൾ തവളയെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. എന്റെ കൂട്ടുകാരിയെ കണ്ടതിൽ സന്തോഷം. നിന്നോട് ആര് പറഞ്ഞുകൊണ്ട് വലിഞ്ഞു കയറി വരാൻ, വൃത്തികെട്ട ജന്തു? ഞാൻ പുറത്തു വന്ന് നിന്റെ കൂടെ കളിക്കുമായിരുന്നല്ലോ. ആ എന്റെ രാജകുമാരി, ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ കാത്തിരുന്നു, പക്ഷെ വന്നില്ലല്ലോ. കാണാതായപ്പോ എനിക്ക് സങ്കടമായി. ശരി, വലതും കഴിച്ചിട്ട് വേഗം സ്ഥലം വിട്. എന്റെ പൊന്നു രാജകുമാരി, എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാനല്ലേ കഷ്ടപ്പെട്ട ആ സ്വർണ്ണപ്പന്ത് കണ്ടുപിടിച്ചു തന്നത്. കാര്യമെന്താണെന്ന് തെളിച്ചു പറയൂ. ഓ, ഞാൻ എന്തു പറയാനാ എന്റെ രാജാവേ. ഇന്നലെ രാജകുമാരി കളിച്ചോണ്ടിരുന്നപ്പോ സ്വർണ്ണപ്പന്ത് കുളത്തിൽ വീണു. അത് കണ്ടെത്തി കൊടുത്താൽ എന്റെ കൂട്ടുകാരിയാകാമെന്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്നും തലേണയിൽ ഒപ്പം കിടത്താമെന്നും എനിക്ക് വാക്ക് തന്നതായിരുന്നു. പക്ഷേ രാജകുമാരിക്ക് ഇപ്പോൾ എന്റെ കൂട്ടുകാരിയാകാൻ മനസ്സിലെന്ന് തോന്നുന്നു. ഞാൻ ഈ കേട്ടത് സത്യമാണോ? എങ്ങനെയെങ്കിലും എന്റെ സ്വർണ്ണപ്പന്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ അച്ഛാ. എനിക്ക് എങ്ങനെ ഇവനുമായി ചെങ്ങാത്തും കൂടാൻ പറ്റും? ഇവനെ കാണുമ്പോ തന്നെ മതി രാജകുമാരി, എനിക്ക് ലജ്ജ തോന്നുന്നു. നീ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കേണ്ടത് നിന്റെ കടമയാണ്. നീ എന്റെ പ്രിയപ്പെട്ട മകളാണെങ്കിലും ഇതുപോലെയുള്ള പെരുമാറ്റം ഞാൻ അനുവദിക്കില്ല. ഇനി നല്ല കുട്ടിയായി ആദ്യം തവളയോട് മാപ്പ് പറയൂ. രാജകുമാരിക്ക് വളരെയധികം ദേഷ്യം തോന്നി. ഈ വൃത്തികെട്ട തവളയോട് ഞാൻ മാപ്പ് പറയണോ? പക്ഷെ രാജാവ് പറഞ്ഞതിനാൽ അവൾക്ക് വേറൊരു മാർഗവുമില്ലായിരുന്നു. ഓ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് അറപ്പ് തോന്നുവാ. സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല. ഓ, ഇനി ഇവനെ അടുത്ത് കിടത്തിക്കൊണ്ട് വേണമല്ലോ എനിക്ക് ഉറങ്ങാൻ. എന്നാലും എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ. അങ്ങനെ രാജകുമാരി ഉറങ്ങാൻ പോയപ്പോൾ തവളയെയും കയ്യിലെടുത്തു. അവനെ തലയണയ്ക്കരികിലായി വെച്ചു. എനിക്കൊരു കഥ പറഞ്ഞു തരുമോ രാജകുമാരി? ദേ, മിണ്ടാതെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലും. പേടിച്ചു പോയ തവള പെട്ടെന്ന് അവിടെ നിന്നും ഒഴിഞ്ഞു മാറി.
അയ്യോ, നീ പേടിച്ചു പോയോ? ഞാൻ വെറുതെ പറഞ്ഞതാ. സാരില്ല, നീ എന്നോട് ക്ഷമിക്ക്. എനിക്കിപ്പോ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അടുത്ത പ്രഭാതത്തിൽ രാജകുമാരി ഉണരും മുൻപ് തവള അവിടെ നിന്നും പോയിരുന്നു. അയ്യോ, തവളെ കാണാനില്ലല്ലോ. ഞാനിന്നലെ മോശമായിട്ട് പെരുമാറിയതുകൊണ്ട് അവന് വിഷമമായിട്ട് ഇവിടുന്ന് പറയാതെ പോയതായിരിക്കോ? അന്നത്തെ ദിവസം മുഴുവൻ രാജകുമാരി തവളയെ കണ്ടതേയില്ല. പക്ഷേ അത്താഴ സമയമായപ്പോൾ ചെറുപുഞ്ചിരിയോടെ അവൻ മേശപ്പുറത്തെത്തി. ഓ, നീ തിരിച്ചെത്തിയോ? ഞാൻ വിചാരിച്ചു നീ എന്നോട് പിണങ്ങിപ്പോയതായിരിക്കുമെന്ന്. ഓ, എന്റെ പ്രിയപ്പെട്ട പൊന്നു രാജകുമാരി, എനിക്കെന്റെ രാജകുമാരിയോട് ഒരിക്കലും പിണങ്ങാൻ കഴിയില്ല. അതുപോലെ ഇനി ശല്യം ചെയ്യില്ലെന്ന് വാക്കും തരുന്നു. രാജകുമാരി അവനെ നോക്കി പുഞ്ചിരിച്ചു. ഭക്ഷണം കഴിച്ച് അവർ ഉറങ്ങാനായി പോയി. ഇന്ന് നിനക്ക് എന്റെ തലയിണയിൽ തന്നെ കിടക്കാം. നീ ഇന്നലെ ആവശ്യപ്പെട്ട കഥ ഇന്ന് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു തരാം. തവള പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്നും രാജകുമാരി ഉണരും മുൻപ് തന്നെ അവൻ തിരിച്ചു പോവുകയും അത്താഴ സമയത്ത് തിരിച്ചെത്തുകയും ചെയ്തു. നീ എന്താ രാവിലെ എന്നോടൊരു വാക്ക് പോലും പറയാതെ പോയത്? അപ്പോ എന്നെ കാണാതെ വിഷമിച്ചു അല്ലേ? ഇനിയിപ്പോ നിനക്ക് കഥ കേൾക്കാനുള്ള സമയമാണ്. അത് വേണ്ട രാജകുമാരി, എനിക്കിന്ന് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറങ്ങണം. പെട്ടെന്ന് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ചെറുതായി കൂർക്കം വലിക്കാനും തുടങ്ങി. ഒരു പുഞ്ചിരിയോടെ അവൾ ആ തവളയെ നോക്കി. ഇവൻ ഞാൻ വിചാരിച്ച പോലെ അത്ര മോശക്കാരനല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടവൾ ആ തവളയെ മൃദുവായി ഉമ്മ വെച്ച് ഉറങ്ങാൻ തുടങ്ങി. അടുത്ത ദിവസം പ്രഭാതത്തിൽ പതിവ് പോലെ തവള പോയിരിക്കുമെന്ന് കരുതിയാണ് അവൾ ഉണർന്നത്. പക്ഷേ തവളയുടെ സ്ഥാനത്ത് അവൾ കണ്ടത് അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ അടുത്തു കിടക്കുന്നതാണ്. ആരാ? നീ എങ്ങനെ വന്നു? അതും എന്റെ കിടക്കയിൽ ഞാൻ അറിയാതെ. എന്റെ പ്രിയപ്പെട്ട രാജകുമാരി, നീ എഴുന്നേൽക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആദ്യം നീ ആരാണെന്ന് പറയൂ. ഞാൻ ആ വൃത്തികെട്ട തവളയാണ്, നിന്റെ കൂട്ടുകാരൻ. കുളത്തിൽ നിന്ന് കുറെ നാളുകളായി ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൂരെ നിന്ന് നിന്നെ സ്നേഹിക്കുകയായിരുന്നു. എന്ത്? അതെ എന്റെ രാജകുമാരി, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദുഷ്ടയായ ഒരു ദുർമന്ത്രവാദിനി എനിക്കൊരു ശാപം നൽകി. അങ്ങനെയാണ് ഞാനൊരു തവളയായി മാറിയത്. ആരെങ്കിലും ചുംബിക്കുന്നതുവരെ ഞാൻ അങ്ങനെ തുടരണമായിരുന്നു. ഇന്നലെ രാത്രി നീ എന്നെ ചുംബിച്ചപ്പോഴാണ് ആ ശാപം വിട്ടകുന്നത്. എനിക്കിത് വിശ്വസിക്കാനേ ആവുന്നില്ല. ഇനി നമുക്ക് നിന്റെ അച്ഛനായ രാജാവിന്റെ അടുത്ത് പോകാം. എന്നിട്ട് നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാം. അദ്ദേഹം നിന്നോട് സത്യം പാലിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും ആ മന്ത്രവാദിനിയുടെ ശാപത്തിന്റെ പിടിയിലായിരുന്നേനെ. പിന്നീട് രാജകുമാരനും രാജകുമാരിയും രാജാവിനെ കാണാനായി പോയി. നടന്ന കഥയെല്ലാം രാജകുമാരൻ പറഞ്ഞു. തിരുമനസ്സേ, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങയുടെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ച് എന്റെ രാജ്യത്ത് കൊണ്ടുപോകാൻ അനുവദിക്കണം. അവിടെ എന്റെ അച്ഛനും അമ്മയും എന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. തീർച്ചയായും രാജകുമാര, എന്റെ മകളെ നിങ്ങൾ വിവാഹം ചെയ്താൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ രാജകുമാരിയെയും കൊണ്ട് രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അവർക്കവിടെ വളരെ സന്തോഷകരമായ സ്വീകരണമാണ് ലഭിച്ചത്. പിന്നീട് അങ്ങോളം അവർ സുഖമായി ജീവിച്ചു.